വളാഞ്ചേരിയിൽ വാഹനാപകടം. പട്ടാമ്പി ഭാഗത്തു നിന്നും തിരൂർ ഭാഗത്തേക്ക് വളം ലോഡുമായി പോകുന്ന ലോറിയാണ് വളാഞ്ചേരി പട്ടാമ്പി റോഡിൽ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിൽ ഇടിച്ച് അപകടമുണ്ടായത്. ഇന്ന് പുലർച്ചെ 5:30 അപകടം നടന്നത്. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ മുൻഭാഗം പൂർണ്ണമായും തകർന്നു. സിഗ്നൽ ബോർഡ് ഇല്ലാത്തത് കാരണം ഡിവൈഡർ ശ്രദ്ധയിൽപ്പെടാത്തതാണ് അപകടത്തിൽപ്പെടാൻ കാരണമെന്ന് ഡ്രൈവർ പറഞ്ഞു. ആ ഡിവൈഡറിന് ലൈറ്റ് ഉണ്ടായില്ല, ആ ചുവന്ന സിഗ്നൽ ഉണ്ടല്ലോ അതുണ്ടായില്ല. ആ ഡിവൈഡ് അല്ലാത്തിന്റെ ഡിവൈഡ് ഉണ്ട്. ഇതിനകത്ത് ഈ ഡിവൈഡ് കൊടുക്കുന്ന അല്ലെങ്കിൽ മാറ്റുക, അല്ലെങ്കിൽ ഡിവൈഡ് അവിടെ ലാസ്റ്റ് ഗ്ലാസ് ഒക്കെ ആണെങ്കിൽ ഒപ്പിച്ചത്. ഇത് ഫുള്ള് ഏകദേശം ഇറക്കത്തേക്ക് എത്തിക്കുന്നു. പലതവണകളിലായി നിരവധി വാഹനങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ള ഡിവൈഡറിൽ ഇടിച്ച് അപകടം സൃഷ്ടിക്കുന്നത്. സിഗ്നൽ ബോർഡ് ഇല്ലാത്തതും ഡിവൈഡറിന്റെ നീളം കൂടുതലുമാണ് അപകട വ്യാപ്തി കൂടാൻ കാരണമെന്ന് നാട്ടുകാർ പറയുന്നു. ഇത് മുനിസിപ്പാലിറ്റി ഒന്നുമില്ല, ഇത് കുറച്ച് നീളം കുറച്ചിട്ട് ഒരു സുരക്ഷിതമായിട്ട് ഉണ്ടാക്കേണ്ട സംഭവമാണ്. എന്തെങ്കിലും ഒരു അടയാളം ഇവിടെ ഇന്ന സംഭവം ഉണ്ട് എന്നുള്ളത് ഡ്രൈവർമാർക്ക് അറിയുന്നില്ല എന്നൊരു കംപ്ലൈൻറ്റ് ഇവിടെ വല്ലാതെ വരുന്നുണ്ട്. അത് പരിഹരിക്കണം, മുനിസിപ്പാലിറ്റി പരിഹരിക്കണം എന്നാണ് പറയുന്നത്. എത്ര കണ്ടമാനം വരുന്നുണ്ട്. ഇങ്ങനെ എല്ലാവരും പാടെ ഇടപെട്ടിട്ട് എന്തെങ്കിലും ഒരു സിഗ്നൽ ഇവിടെ വെക്കേണ്ടതാണ് നമ്മളൊരു അഭിപ്രായം. അവര് തീരുമാനിക്കണം, എന്തെങ്കിലും പിരിവിട്ടിട്ടെങ്കിലും വെക്കേണ്ടതാണ് അല്ലേ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പൈസ ചെലവാക്കുന്നുണ്ട്. ഇത് നല്ലൊരു ഇതാണ്. ഇതിന്റെ നീളം കുറച്ചിട്ട് ഇതിന്റെ ഒരു സിഗ്നൽ വെക്കുക. ഈ പുറത്തുനിന്ന് വരുന്ന വണ്ടിക്കാരാണ് ഈ അപകടത്തിൽ പെടുന്നത്, ഇവിടെയുള്ള വണ്ടിക്കാരല്ല. അപ്പൊ അതിന് മുനിസിപ്പാലിറ്റി അതിന് പ്രത്യേക ഒരു പരിഗണന കൊടുക്കണം. ദിവസമുള്ള അപകടമാണിത്. ഓരോ 4 റോഡിലുണ്ട് ഈ സംഭവങ്ങൾ. അപ്പോൾ അതാ ചെയ്യേണ്ടത്. അതിനൊരു പരിഹാരം കാണണം. കാരണം ഇന്നിപ്പോൾ ആ വണ്ടി പരിക്കുപറ്റി എത്ര രൂപേൻ്റെ നഷ്ടം ആ വണ്ടിക്ക് പറ്റിന്. അതിന് ഉത്തരവാദി ഇവിടുത്തെ മുനിസിപ്പാലിറ്റി തന്നെയാണ്. അപ്പോൾ അതിനൊരു പരിഹാരം കാണണം. കാരണം ഇവർ വെറുതെ അവിടെ പാർക്കുണ്ടാക്കി ഇവിടെ കുളം കുഴിച്ച് അവിടെ വെയിറ്റിംഗ് ഷെഡിനാക്കി അതുകൊണ്ടൊന്നും കാര്യമില്ല. ഈ വളാഞ്ചേരി അതേപോലെ തന്നെ ഈ വളാഞ്ചേരി ടൗണിൽ 4 റോഡിലൊരു സിഗ്നൽ ബോർഡ് വെക്കണം. ഓരോ റോഡിന്റെ ഇന്ന ഭാഗത്ത് തിരിയാന്നുള്ളതിന്റെ ആ റോഡിന്റെ സിഗ്നൽ ഇവിടെ ഇതില്ല തീരെ. അത് കാരണം കുറെ വാഹനങ്ങൾ വഴി തെറ്റിയിട്ടും ഇങ്ങനെ അപകടം സംഭവിക്കുന്നുണ്ട്. അത് ദിവസം ഇവിടെ നടക്കണതാ. അതിന് ഈ മുനിസിപ്പാലിറ്റി പരിഗണന കൊടുക്കണം. അതാണ് എനിക്ക് പറയാനുള്ളത്. മുനിസിപ്പാലിറ്റിയിൽ പൈസ ഇല്ലെങ്കിൽ ജനങ്ങളൊക്കെ പാടെ പിരിച്ചിട്ട് നമ്മളത് ചെയ്യേണ്ടതാണ്. പ്രത്യേകം ജനങ്ങൾ പിരിക്കുക, വണ്ടിക്കാരും എല്ലാവരും പാടെ ജനങ്ങൾ ഒത്തൊരുമിച്ച് നിന്നിട്ട് പിരിച്ചിട്ട് എന്തെങ്കിലും ചെറിയ സിഗ്നൽ വെക്കുക, അത്രേ ഉള്ളൂ. ഡിവൈഡറിൽ നിരവധി വാഹനങ്ങൾ ഇടിച്ച് അപകടം സൃഷ്ടിച്ച വാർത്തകൾ നിരന്തരം വരികയല്ലാതെ വളാഞ്ചേരി മുനിസിപ്പാലിറ്റി ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥയാണ് ഇതിന് കാരണമെന്നും മുനിസിപ്പാലിറ്റി ഇതിനൊരു പോംവഴി കണ്ടെത്തിയില്ല എങ്കിൽ നാട്ടുകാർ ചേർന്ന് പണം സ്വരൂപിച്ച് ഇതിനൊരു പരിഹാരം കണ്ടെത്തുമെന്ന് നാട്ടുകാർ പറഞ്ഞു. വളാഞ്ചേരി പോലീസും ഹൈവേ പോലീസും സ്ഥലത്തെത്തി ഗതാഗതം പുനഃസ്ഥാപിച്ചു.